മാക്സിലല്ല നമ്മള് സ്റ്റുഡിയോയിലാ വന്നേക്കണം. ഇറങ്ങാന്നാ ഇതാ ഭംഗി നിനക്ക്. ബ്ലാക്ക് മതിയോ? ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമിക്കുട്ടിയുടെ സ്വാഗതം പ്രത്യേക സ്വാഗതം പറഞ്ഞു. എമിക്കുട്ടി സ്വാഗതം കേട്ടിട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് നമ്മളുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ, സ്റ്റുഡിയോയിൽ പോവാട്ടോ. ഒരു ഡ്രസ്സ് എടുക്കാൻ, പിള്ളേർക്കൊന്നും അല്ല, എനിക്ക് എടുക്കാനാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇരിക്കട കൂട്ടാ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരും, ഫ്രണ്ടിലേക്ക് പോരും. നമ്മൾ എടുക്കാൻ പോകുന്ന കാര്യം ക്രിയേറ്റർ, അതായത് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന്റെ മീറ്റാണ് നാളെ. അപ്പം ഇന്നലെയാണ് അറിഞ്ഞത്. അവരൊരു ഡ്രസ് കോഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ പോലത്തെ ഡ്രസ് കോഡൊന്നും എനിക്കില്ല. അത് സ്ട്രിക്റ്റ് ആണോന്ന് അറിയില്ല. നമ്മൾ ഇതുവരെ യൂട്യൂബിന്റെ ഇതിന് പോയിട്ടില്ല, മീറ്റിന് പോയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ആ ഇമെയിൽ കണ്ടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ കണ്ടത്. അപ്പൊ ഇത്തവണ ആദ്യമായിട്ട് പോവാണ്. എപ്പോഴും ഞാനും ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ, മറ്റുള്ളവർ പോണതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ടൈം പോവാണ്. അത് ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ, ഡോർഫിന് കയറാൻ പറ്റില്ല, പിള്ളേർക്കും കയറാൻ പറ്റില്ല, ഒറ്റക്ക് പോകണം. അപ്പം എനിക്ക് അങ്ങനെ അധികം ആരെയും അങ്ങനെ പരിചയവും ഇല്ല. അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഒന്ന് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോവാണ്. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ പോക്കറ്റിന് നിങ്ങണത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകണത് കേട്ടോ. നാളെ നമ്മുടെ പരിപാടി നടക്കുന്നതും ക്രിയേറ്റീവ് കളക്റ്റീവ് നടക്കുന്നതും നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും വില്ലിംഗ്ടൺ ഐലൻഡിലാണ് കേട്ടോ. മറ്റേത് വില്ലിംഗ്ടൺ ഐലൻഡിലെ താജിലാണ്. താജ് ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ. ഈ താജ് കണ്ടിട്ടുമില്ല, പുറത്തൊന്നും കണ്ടിട്ടില്ല. ഡോപ്പി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞപ്പോ ടെൻഷനാണ്. ഒറ്റക്ക് പോണല്ലോന്ന് ഓർത്തിട്ടെ. നമ്മുടെ സ്റ്റുഡിയോ എത്താറായി. ഈ സിഗ്നലിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇതാ ഇവിടെ കേട്ടോ, ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. സ്റ്റാർബക്സ് ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ വേറെന്താ ഉള്ളത്, വേറെ വോൾക്കാനോ ഉണ്ട്. പക്ഷെ പാർക്കിംഗ് ഉള്ള സ്ഥലം മാത്രമാണ് ഇവിടെ പ്രശ്നം. നല്ല ഓഫറിന്റെ ഇതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കളക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചെല്ലുമ്പോഴറിയാം. സാധാരണ ഇതിനു മുമ്പ് വന്നപ്പോഴും ഇവിടെ അത്ര വലിയ കളക്ഷൻ ഉണ്ടാവാറില്ല കേട്ടോ. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. പാർക്ക് ചെയ്യാനൊട്ട് സ്ഥലമില്ല. കുറച്ചേരം ഇവിടെ കിടന്നിട്ട് ആരെങ്കിലും വണ്ടി എടുക്കാൻ നമുക്ക് പോവാം. കണ്ട ഒറ്റ സ്ഥലമില്ല ഇവിടെ. പാർക്കിംഗ് ഏരിയ ഭയങ്കര കുറവാട്ടോ. അങ്ങനെ അവസാനം നമുക്കുള്ള സ്ഥലം റെഡി ആവണല്ലേ. ഇനി അവിടെ ഞാൻ വിചാരിച്ചു പോവില്ല. നമ്മള് പാർക്ക് ചെയ്തു. ഇതെന്തോ പറ്റി, ഇതെന്താ പറ്റിയത്? വിജയിച്ചു, നമ്മൾ വിജയിച്ചു. വിജയിച്ചല്ലേ നമ്മള്? എന്ത് വേണോ? ടോപ്പാ മേടിക്കട്ടോ? ഇന്നോ? നോക്കാട്ടോ, നോക്കാട്ടോ അമ്മക്കുട്ടി. മാക്സിലല്ല, നമ്മള് സ്റ്റുഡിയോയിലാ വന്നേക്കണം. ഇറങ്ങാന്നാ ഇതിന്റെ പുറകിലില്ലേ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതെന്റെ സൈസാണ്. സാറ പറയാ എന്റെ സൈസ് ഒന്നും അല്ലത്. എനിക്ക് വല്ല അയ്യോ എത്രയൊന്നും അത് നമുക്ക് ഹൈറ്റില്ലാത്തോണ്ടാ. അങ്ങനെ പറഞ്ഞ അപ്പൊ എന്റെ ഭാഗമുള്ള ഏതാണോ? ഇല്ല നമുക്ക്
ബാ ഇട്ടോക്കാം. കിട്ടോ കറക്റ്റാ. കൊള്ളാടി. ആ ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ നീ. ആ അവിടെ ചെരുപ്പ് തുറന്നു. ഇതാണോ അവിടെ? ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടെ. എടി അവർക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടെ. ഏതാ ബ്ലാക്ക്? ഇതാ ഭംഗി നിനക്ക്. ബ്ലാക്ക് മതിയോ? അവർക്ക് ബ്ലാക്ക് മതി. എടി ബ്ലാക്ക് നല്ലതാണ് കേട്ടോ റബേക്ക. ബ്ലാക്ക് നല്ലതാണ്. ഇപ്പൊ ചെരുപ്പില്ല. ഇതാ ബ്ലാക്ക്. ഇതേ എൽസ ഇത് ബ്ലാക്ക് ആണ്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസൊക്കെ അവസാനിപ്പിച്ചു. എനിക്കൊരു ഗൗണും അതുപോലെ ചെരുപ്പും എമ്മിക്കുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ റബേക്കൊക്കെ ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. സത്യത്തിൽ അവിടെ കുട്ടികളുടെ ചെരുപ്പില്ല, ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങാമായിരുന്നു. അത്രയും നമുക്ക് നല്ല വില കുറച്ചിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാം കിട്ടും കേട്ടോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് കാരണം റബേക്ക കുട്ടിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി. അവളുടെ ചെരുപ്പ് പൊട്ടിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് വഴക്കിട്ട് അങ്ങ് മുന്നേ കയറി നടക്കുകയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും ഒരു രക്ഷയില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടേക്ക് കെയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.